ഹായ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കൂട്ടുകാരെ, നമ്മളെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ നമ്മളെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. എന്ത് അഭിപ്രായങ്ങളാണെങ്കിലും അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യട്ടെ. നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ രാവിലെ തന്നെ അടുക്കളയിലേക്ക് എണീച്ച് വന്നപ്പം സെറ്റാണ് കേട്ടോ കാര്യങ്ങൾ. നല്ലോണം പതച്ച് പൊന്തി നല്ലോണം നിലത്തൊക്കെ ആയി കേട്ടോ. അപ്പോൾ ഞാനതൊക്കെ എണീച്ച് വന്നേരം തുടച്ച് വൃത്തിയാക്കിയതിൻ്റെ ശേഷം കേട്ടോ ഇനി ഇതൊന്ന് ലേശം ഉപ്പിട്ട് ഇളക്കി കൊടുക്കണം. അപ്പോൾ അമ്മ അവിടെ ചോറിനൊക്കെ വേണ്ടിയിട്ട് കത്തിക്കുന്നുണ്ട് കേട്ടോ. മനുഷ്യറിന് പോകാനായി ചോറ് വേണം കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ചായൻ്റെ കടിയെല്ലാം വേണം കേട്ടോ, മക്കൾക്കൊക്കെ വേണം. പിന്നെ അഞ്ചേട്ടൻ്റെ അമ്മയുണ്ടല്ലോ വീട്ടിൽ, വന്നിട്ട് 2 ദിവസമായി. അപ്പം അമ്മ ഇന്ന് രാവിലെ പോകും, പിന്നെ വൈകുന്നേരത്തിന് ചിലപ്പം തിരിച്ചു വരും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് ഭയങ്കര തിരക്കിലാട്ടോ. ഗ്യാസും കൂടി ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഭയങ്കര തിരക്ക് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ എല്ലാം അടുപ്പം തന്നെ ആയിട്ട് വേണം. അപ്പം ഞാനിതാ നമ്മളെ കറണ്ടിൻ്റെ അടുപ്പൊക്കെ എടുത്ത് കുത്തിന് കേട്ടോ. അതിൽ കുറച്ച് സാമ്പാറുണ്ട്, ഇന്നലെ ഉണ്ടാക്കിയ സാമ്പാർ എല്ലാവരും കണ്ടതാണല്ലോ അല്ലേ. ആ സാമ്പാറൊന്ന് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചിന് കേട്ടോ. അങ്ങനെ വേഗം ഇഡ്ഡലി ഉണ്ടാക്കി എടുക്കുകയാണ്. അപ്പം കുറേ ദിവസമായി നന്ദമോള് പറയുന്നു ഇഡ്ഡലി വേണമെന്ന്. അപ്പം ചേട്ടൻ ഇന്നലെ അരിയൊക്കെ വെള്ളത്തിലിട്ട് വെച്ചതൊക്കെ എല്ലാവരും കണ്ടില്ലേ, അതാണ് കേട്ടോ. ഞാൻ ഇന്നലെ രാത്രിയിൽ അരച്ച് സെറ്റാക്കി വെച്ചതാണ്. അപ്പോൾ കുറച്ച് കൂടുതലായിട്ട് അരച്ച് വെച്ചിന്. അപ്പോൾ മക്കൾക്ക് ദോശയൊക്കെ ഉണ്ടാക്കി തിന്നണമെങ്കിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാട്ടോ. അപ്പോൾ കുറച്ച് ഇഡ്ഡലി ഉണ്ടാക്കാം, കുറച്ച് മാവ് അവിടെ എടുത്ത് വയ്ക്കുകയും ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ്. നന്ദുവിന് അബിക്കൊക്കെ ഈ മാവ് ഫ്രിഡ്ജിലുണ്ടെന്നുണ്ടെങ്കിൽ ഭയങ്കര സന്തോഷമാട്ടോ. ഓൾക്ക് വിശക്കുമ്പോൾ ഓൾക്ക് ദോശ ഉണ്ടാക്കി തിന്നാൻ ഭയങ്കര എളുപ്പമാണ്. അപ്പോൾ ഞാൻ അങ്ങനെ കണക്കാക്കിയിട്ട് കുറച്ച് തോനെ ചേട്ടൻ അരി ഇട്ടതുകൊണ്ട് തന്നെ അരച്ച് വെച്ചിന് കേട്ടോ. അപ്പോൾ അത് ഇതിൽ ഇനി 2 ദിവസത്തെ വീഡിയോ ആയിട്ടാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളും പിന്നെ 2-3-4 ദിവസം മുന്നേ ഉള്ള കുറച്ച് വിശേഷങ്ങളും കൂടിയാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഞാൻ ഇഡ്ഡലി ചെമ്പിൻ്റെ മൂടി ഇതിൽ വല്ലാണ്ട് വെച്ച് കൊടുക്കല്ലേ കേട്ടോ. അത് തുറക്കുമ്പോൾ ഭയങ്കര ടൈറ്റ് ആയതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു മൂടി വെച്ച് കൊടുത്തിട്ട് അങ്ങനെ ആ വെയിറ്റുള്ള നമ്മളെ ഉരലുണ്ടല്ലോ, കുഞ്ഞു ഉരലൊക്കെ, അതെടുത്ത് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുക. നമ്മൾ ഉള്ളിയൊക്കെ ചതയ്ക്കുന്ന സാധനമാണല്ലോ, അതിപ്പോൾ എല്ലാ വീട്ടിലുള്ളതുകൊണ്ട് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. അപ്പോൾ അതൊന്ന് വെയിറ്റാക്കി വെച്ച് കൊടുക്കുമ്പോൾ പിന്നെ ആവി വേഗം കയറി ഇത് വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ അങ്ങനെ. അപ്പം ചേട്ടൻ ചോദിക്കുന്നുണ്ട് ഈ എന്താ ഇഡ്ഡലി പാത്രത്തിൻ്റെ മൂടിയെടുത്ത് മൂടാത്തേന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു അത് വേണ്ട, ഇങ്ങനെയാണ് ഞാൻ ചെയ്യലെന്ന്. ചേട്ടൻ കണ്ടിട്ടില്ലേ ഞാൻ ഇതുവരെ അങ്ങനെ ചെയ്യണത്. അപ്പോൾ ഞാൻ അങ്ങനെയാണ് ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ ചെയ്യൽ കേട്ടോ. അപ്പോൾ ഇന്ന് ഇഡ്ഡലി ആയപ്പോൾ മക്കൾക്കൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റായി. സാമ്പാറും ഉണ്ടല്ലോ. അപ്പോൾ നടുമ്പോളൊന്ന് നേരത്തെ തന്നെ എണീച്ചൊക്കെ ചെയ്തണ്. അപ്പോൾ അതങ്ങനെയൊക്കെ സെറ്റായി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ എല്ലാവരും പല്ലേക്കലും തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഓരോരോ പണിയിലാണ് എല്ലാവരും. അപ്പോൾ അമ്മ കുറച്ച് നേരം തീയൊക്കെ കത്തിച്ച് തന്ന് ഹെൽപ്പൊക്കെ ചെയ്ത് മീനൊക്കെ ഉണ്ടായിന് കേട്ടോ, മുറിക്കാനായിട്ട് കുറച്ച് മീനുണ്ടായിന്. അപ്പോൾ അതൊക്കെ അമ്മ മുറിച്ചെന്നൊക്കെ അമ്മൻ്റെ പണിക്കും പിന്നെ അങ്ങോട്ട് ബാക്കി പോയി. അങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ അമ്മ ചെയ്തു തരും കേട്ടോ. അപ്പോൾ രാവിലെ അതും ഒരു ഹെൽപ്പാണ്. അപ്പോൾ നമ്മളെ ഇഡ്ഡലിയൊക്കെ വെന്തുകൊണ്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ തന്നെ ഞാൻ വേഗം സെറ്റാക്കി മേശമ്മ കൊണ്ടാക്കാൻ വിചാരിച്ചാട്ടോ. അപ്പം ചേട്ടന് പോകാനാകുമ്പോഴേക്ക് ചായ കുടിക്കണം. പിന്നെ അമ്മയും അനീഷേട്ടൻ്റെ കൂടെയാണ് പോണത്. അനീഷേട്ടൻ്റെ അമ്മയാണ് കേട്ടോ പോകുമെന്ന് പറഞ്ഞ്. അപ്പോൾ അവിടെ വീട്ടിൻ്റെ അടുത്ത് കല്യാണം ഉണ്ട്. അപ്പോൾ അമ്മ ഒന്ന് പോയിട്ട് വൈകുന്നേരത്തിന് ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞേന്. അപ്പോൾ ചേട്ടൻ പണി കഴിഞ്ഞ് വരുമ്പോൾ അമ്മനെ കൂട്ടിയിട്ട് വരും. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അവിടെ ഏട്ടനും ഏട്ടത്തിയമ്മയൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് അമ്മ 2 ദിവസമായിട്ട് വന്ന് നിൽക്കണത് കേട്ടോ. ഒറ്റയ്ക്ക് നിൽക്കാൻ ഇപ്പം പ്രായമായതുകൊണ്ടൊക്കെ അമ്മയ്ക്ക് ഒറ്റയ്ക്ക് നിൽക്കാനൊക്കെ പേടിയാണ്. പിന്നെ അച്ഛനുള്ള കാലത്താണെങ്കിൽ പിന്നെ അച്ഛനും കൂടി ഉണ്ടാകുമ്പം അങ്ങനെ ഒരു പ്രശ്നമില്ലേ ഇനി കേട്ടോ. ഒരു 2 അവിടെ നിന്നോളും, അതൊന്നും ഒരു വിഷയമല്ലേ ഇനി. ഇപ്പം ഇങ്ങനെയൊക്കെ ആയതുകൊണ്ടാണ് കേട്ടോ. അപ്പം അമ്മ അങ്ങനെയൊക്കെ ഇന്ന് വൈകുന്നേരത്തിന് വരുന്നു പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ട് ചായ കുടിക്കാനുള്ള സാധനമായിന്. ഓൽക്ക് 2 വേഗം കുടിക്കാമെന്ന് വെച്ചിട്ട്. അപ്പോൾ ഞാനത് ചേട്ടനോട് പറയും ചെയ്യട്ടെ, വേഗം കുടിച്ചോളി, പോകാൻ സമയമായി തുടങ്ങിന്. 7:15 ആയിന്. അപ്പോൾ അതാ ഞാൻ ഇഡ്ഡലിയൊക്കെ എല്ലാം സെറ്റാക്കി കഴിഞ്ഞ് എല്ലാവരും ചായ കുടിക്കലും കാര്യങ്ങളും പോകലും ഒക്കെ കഴിഞ്ഞിട്ടോ. മക്കളും മനുഷ്യരനും എല്ലാവരും പോയി. അപ്പോൾ ഞാൻ ചോറൊക്കെ ആക്കി കൊടുത്ത് ഇഡ്ഡലിയൊക്കെ ഇനി ബാക്കിയുള്ള ഇഡ്ഡലി കേട്ടോ. അപ്പോൾ അത് പിന്നെ ഇതാ കുറച്ച് ചെമ്പിലൊക്കെ വെള്ളം കയറ്റി വെച്ചിന്. ചൂടുവെള്ളം ഉണ്ടല്ലോ, എപ്പോഴും സെറ്റായി വേണമല്ലോ അത്. പിന്നെ കുറച്ച് തിരുമ്പാനുണ്ട് കേട്ടോ. ഇനി ഞാൻ കുറച്ച് ദിവസം മുന്നുള്ള വീഡിയോ ആണേ പറയണത്. അപ്പോൾ ഞാനും അഞ്ചേട്ടനും നന്ദുമോളൊക്കെ ഉള്ളൊരു ദിവസത്തെ വീഡിയോ ആണ് ഇട്ടത്. അപ്പോൾ ഞങ്ങൾ ഒരു അന്നദാനത്തിന് പോയതാണ് കേട്ടോ. അപ്പോൾ പരിപാടിക്ക് ഒരു ഉച്ച സമയത്താണ് പോയത്. 1 മണിയൊക്കെ ആകുമ്പോഴേക്കും എത്തിയെന്ന് കേട്ടോ. ഞാൻ അവിടെ ചേട്ടൻ പറഞ്ഞു നമുക്ക് പോയി നോക്കാമെന്ന് പറഞ്ഞ്. അപ്പോൾ നന്ദുവിൻ്റെ കൂടെ പഠിക്കുന്ന കുട്ടീൻ്റെ വീട്ടിൻ്റെ അടുത്താണ് കേട്ടോ ഈ പരിപാടിയുള്ളത്. അപ്പോൾ ഞങ്ങളെ നാട്ടിൽ തന്നെയാണ്, കുറച്ച് ദൂരമേ ഉള്ളൂ, ഒരു 10 മിനിറ്റ് പോകാനുള്ളൂ. അപ്പോൾ ഒരു പറഞ്ഞ് വിളിച്ച് രാവിലെ ഈ അവിടെ പരിപാടി ഉണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾ പോയതാട്ടോ. അപ്പോൾ അഞ്ചേട്ടൻ്റെ കൂടെ പഠിക്കുന്ന
കൂടെ പഠിച്ചൊരു ചേച്ചിയാണ് കേട്ടത്. ചേട്ടൻ്റെ കൂടെ പഠിച്ച കുട്ടീനെ നമ്മളിപ്പോൾ ചേച്ചി എന്നല്ലേ വിളിക്കുക. അപ്പോൾ ചേട്ടൻ്റെയൊക്കെ പ്രായം ഉണ്ടാവുമല്ലോ. അപ്പോൾ അവിടെയാണ് കേട്ടോ. ഒരു കണ്ടപ്പം ഒരു നമ്മളെ സബ്സ്ക്രൈബറാണെന്നൊക്കെ പറഞ്ഞിന് കേട്ടോ. ആദ്യം ചേട്ടൻ ഓരോ കാണലൊക്കെ ഉണ്ട്. ഇപ്പോൾ എവിടെന്നെങ്കിലൊക്കെ ഇങ്ങനെ കാണുമ്പം പറഞ്ഞിട്ട് ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിരുന്നൊക്കെ പറയാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഞാൻ വീഡിയോ എടുക്കണൊക്കെ കണ്ടപ്പോൾ നോക്കിയേനി കേട്ടോ നേരത്തെ. അപ്പോൾ അതവിടെ ഒരു അന്നദാനശാല കണ്ടോ. അപ്പോൾ ഒരുപാട് സ്വാമിമാരുള്ളൊരു സമയമാണ് കേട്ടത്. അപ്പോൾ എല്ലാവരും ഭക്ഷണത്തിന് ഇരിക്കുകയാണ്. 1:30-2 മണിയൊക്കെ ആവാനായി. നല്ല വരിയുമാണ്, ഒരുപാട് ജനങ്ങളും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ കർപ്പൂരാഴിയാണ് ഉള്ളത്. അപ്പം വൈകുന്നേരം അതിൻ്റെ കുറച്ച് കാര്യപരിപാടികളൊക്കെ ഉണ്ട്. അത് ഞാനിതിൻ്റെ മുന്നേ ഒരു വീഡിയോ ആക്കിയൊക്കെ ഇട്ടുന്നു കേട്ടോ. അപ്പോൾ ഇതൊരു കുഞ്ഞു വീഡിയോ ഇങ്ങനെ ഇടാമെന്ന് വിചാരിച്ചതാണ്. എടുത്തു വെച്ചിട്ട് കുറേ ദിവസമായിട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും സദ്യയൊക്കെ വിളമ്പണതൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതാ ഓരോരുത്തരായിട്ട് ഓരോ വിഭവങ്ങൾ വിളമ്പിക്കൊണ്ടിരിക്കുന്നുണ്ട് 2 സൈഡിലായിട്ട് കേട്ടോ. 4 വരി ടേബിളുണ്ട് സംഭവം. പക്ഷേ എങ്ങനെ ഇട്ടിട്ടും എങ്ങനെ സ്പീഡിൽ നോക്കിയിട്ടും വരി തികഞ്ഞ് പോവാത്ത പോലെ ഉണ്ട് കേട്ടോ. ഞങ്ങളൊക്കെ വരി നിന്ന് മടുത്തണ് കേട്ടോ. സത്യം പറയിച്ച 1 മണിക്ക് നിൽക്കണ വരിയാണ് കേട്ടോ. 2-2:30 ആയിട്ടും ഞങ്ങളെ വരി കഴിഞ്ഞു തുടങ്ങിയില്ല. സത്യം പറയിച്ചാൽ ഒരു 2:30 കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ കയറി ചോറിന് ഇരുന്നത് തന്നെ. കാരണം അത്രയ്ക്കും ആൾക്കാരുള്ളതുകൊണ്ട് 2 വരിയായിട്ടാണ് നിർത്തിയത്. അപ്പോൾ ഒരു വരി വേഗം ഓല് കയറ്റി വിട്ട് പിന്നെ ആ വരി തന്നെ പോകൽ തുടങ്ങിയപ്പോൾ ഞങ്ങളെ വരി അവിടെ നിന്ന്. എന്നാലും കുഴപ്പമില്ല കേട്ടോ. വീട്ടിൽ നിന്ന് ചായയൊക്കെ കുടിച്ച് പോകുന്നതിൻ്റെ ശേഷമാണ്, ചായയൊക്കെ കുടിച്ചേരെയാണ് ഞങ്ങൾ പോകുന്നത്. അതുകൊണ്ട് വലിയ വിശപ്പൊന്നുമില്ല. അപ്പോൾ ഇവരതൊക്കെ കഴിഞ്ഞിട്ട് സാവധാനം മതി എന്നുള്ള ധാരണയ്ക്ക് തന്നെ കേട്ടോ ഞങ്ങൾ നിൽക്കുന്നതും ഒക്കെ. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു വിശേഷങ്ങളൊക്കെ. അപ്പോൾ എല്ലാ സദ്യയും തിന്നുക എന്ന് പറയുന്നത് ഈ ഡിസംബർ-നവംബർ മാസത്തിലാണ് ഇങ്ങനെ ഒരു സദ്യയൊക്കെ തിന്നാനുള്ളൊരു ചാൻസ് കിട്ടുക അല്ലേ. വെച്ചാൽ നമ്മളെ നാട്ടിലൊക്കെ അയ്യപ്പൻ വിളക്കിൻ്റെ ഒരു ആരവാണ് കേട്ടോ. ഇങ്ങനെ കർപ്പൂരാഴി, അയ്യപ്പൻ വിളക്ക്, അമ്പലത്തിൽ പരിപാടികൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ ഭയങ്കര രസമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പറ്റുന്നിടത്തൊക്കെ പോകലുണ്ട് കേട്ടോ. സത്യം പറയുക ഇങ്ങനെ പറ്റുന്നിടത്തൊക്കെ പോകും. കാരണം ഏത് നിമിഷമാണ് എപ്പോഴാണ് നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് ഇല്ലാണ്ടാവുക എന്നൊന്നും ആർക്കും അറിയാനോ പറയാനോ പറ്റൂലല്ലേ. അപ്പോൾ ഉള്ള സമയം ഫുള്ളായിട്ട് എൻജോയ് ചെയ്ത് ജീവിക്കണം എന്നാണ് പനിച്ചേട്ടൻ എപ്പോഴും പറയട്ടോ. പറ്റുമ്പോഴേ പോകാൻ കഴിയുള്ളൂ. ഈ റെഡി ആയിക്കുമ്പോൾക്ക് പോവാമെന്ന് പറയട്ടോ. പനിച്ചേട്ടൻ അങ്ങനത്തെ ഒരു മടിയില്ല. എവിടെ വേണമെങ്കിലും പോകാൻ വിളിച്ചാൽ വരും കേട്ടോ. പിന്നെ ചേട്ടൻ തന്നെ പറയും നമുക്ക് പോവാം, ഈ വേഗം പണിയൊക്കെ കഴിച്ചോ എന്നൊക്കെ പറയും. അതുകൊണ്ട് തന്നെ നമുക്ക് അപേക്ഷിക്കൊന്നും വേണ്ട കേട്ടോ. എവിടെ പോവുകയാണെങ്കിലും പോവുക അങ്ങനെയൊന്നും പറയണ്ട. പോവുക, ഇങ്ങനെ ഒരു പരിപാടി ഉണ്ടുമ്പോൾ പോവാന്ന് ചോദിച്ചാൽ ആയിക്കോട്ടെ എന്നാൽ ഈ വേഗം പണി കഴിച്ചോ എന്നൊക്കെ പറയും. അതാണ് വീട്ടിലെ പണി കഴിച്ചിട്ടേ ഞാൻ എങ്ങോട്ടും പോവുള്ളൂ എന്ന് മൂപ്പർക്ക് അറിയാം കേട്ടോ. അതുകൊണ്ട് ഞാൻ വേഗം പണിയൊക്കെ കഴിച്ചിട്ടേ എല്ലായിടത്തും ഇറങ്ങുള്ളൂ. അപ്പോൾ ഞാൻ സംഭവം കാര്യമായിട്ടും എൻ്റെ ചോറ് വെക്കലും കറി വെക്കലും ഒക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് പോയിട്ടുള്ളത്. അപ്പോൾ സാവധാനത്തിൽ പോയാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് 1 മണിയാകുമ്പോഴേക്ക് പോയത്. അല്ലെങ്കിൽ ഒരു 12 മണിയാകുമ്പോഴേക്കൊക്കെ പോയാൽ മതി. അപ്പോൾ അതാ പുളിങ്കറി, അവിയൽ, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ സാമ്പാറും ചോറ് കേട്ടോ. സത്യമായിട്ടും ഇതൊക്കെ തിന്നാനൊരു ഭാഗ്യം തന്നെ വേണം കേട്ടോ. പോവാനും അവിടെ പോയിട്ട് അത് തിന്നാനും ഒക്കെ ആയിട്ടുള്ള. അപ്പോൾ നന്ദമോളും ഞാനും ചേട്ടനൊക്കെ അടുത്തടുത്ത് തന്നെയാണ് ഇരുന്നത്. അപ്പോൾ നന്ദമോളും തിന്നുകൊണ്ടിരിക്കുക തന്നെ കേട്ടോ. അപ്പോൾ നന്ദുവിന് പിന്നെ ഇങ്ങനെയുള്ളതൊക്കെ എന്തെന്നായാലും വല്ലാണ്ടൊരു എന്താ പറയുക, തോനെ ചോറൊന്നും തിന്നാത്തതുകൊണ്ട് തന്നെ ഇത്തിരി ആയാലും ഓൾക്കത് തിന്നാൻ ഭയങ്കര ഒരു മടിയൊക്കെയാണ് കേട്ടോ. എന്നാൽ ആളെ കൂട്ടിയിട്ടൊക്കെ തന്നെ ഞങ്ങൾ പോയത്. വരാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റാണ്. അപ്പോൾ അതിൻ്റെ ഒരു സ്ഥലമാണ് കേട്ടത്. ഇവിടെ രാത്രിയിൽ നല്ല ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ രാത്രിക്കും വരും ഞങ്ങൾ. അപ്പോൾ അതാ ഈ സ്ഥലമൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ നടക്കുക കേട്ടോ. അത്രയും വലിയ കുന്നും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ നിന്ന് നോക്കിയാൽ ഇതിൻ്റെ ഒരു അമ്പലമൊക്കെ കാണാം കേട്ടോ. ഞങ്ങൾ കോട്ടയിൽ എന്നൊക്കെ പറയും. അപ്പോൾ ആ കോട്ടയിൽ ക്ഷേത്രമൊക്കെ ഈ കുന്നിൻ്റെ മുകളിൽ നിന്നാൽ കാണാം. അതിൻ്റെ നടുക്ക് കൂടി ഒരു പുഴയും ഒഴുകുന്നുണ്ട് കേട്ടോ. കോട്ടക്കടവിൽ കാണുന്ന ഒരു പുഴയാണ്. അപ്പോൾ അതിൻ്റെ നടുക്ക് കൂടി ഒരു പുഴയൊക്കെ ഒഴുകുന്നുണ്ട്. അപ്പോൾ അങ്ങേ തലക്കിൽ നമ്മൾ ക്ഷേത്രമൊക്കെ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നന്ദുമോൾക്ക് അതൊക്കെ കാട്ടി കൊടുക്കേനി. നന്ദുമോളൊക്കെ ഇവിടെ ആദ്യമായിട്ടാണ്. ഞാനൊക്കെ പിന്നെ ഇവിടെയൊക്കെ കണ്ടിണെങ്കിലും എനിക്ക് ഈ സ്ഥലം ഒരു ഓർമ്മയില്ല എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. കണ്ടിന് ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ കൂടെ പഠിച്ച കുട്ടികളെ വീടൊക്കെ ഈ വഴിക്കൊക്കെ തന്നെ ആയതുകൊണ്ട് ഞങ്ങൾ വരലൊക്കെ ഉണ്ടായിനി കേട്ടോ. അന്നൊക്കെ പിന്നെ ഉച്ചയ്ക്ക് ചോറിനാൻ വിട്ടാൽ ഏതെങ്കിലും കൂട്ടുകാരെ വീട്ടിലൊക്കെ പോണതിനൊന്നും ഒരു പ്രശ്നമില്ല. ഇനി ഇപ്പോഴത്തെ കാലത്ത് പിന്നെ ടീച്ചർമാരും വിടൂല്ല. ഇപ്പോഴത്തെ കാലം അങ്ങനെ ആയതുകൊണ്ട് തന്നെ അങ്ങനത്തെ പോക്കും വരവൊന്നും ഇപ്പോൾ കുട്ടികൾക്ക് ഇല്ലല്ലോ. അപ്പോൾ ഞങ്ങൾ പഠിക്കുന്ന കാലത്ത് ഉച്ചയ്ക്ക് ഇങ്ങനെയൊക്കെ പോകലൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ കണ്ട് പരിചയമുണ്ട് ഞങ്ങൾക്ക് ഇവിടെ. അപ്പോൾ നമ്മൾക്ക് ആ പുല്ലൊക്കെ കണ്ടിട്ട് ഭയങ്കര ഇഷ്ടം കേട്ടോ. അപ്പോൾ എന്നോട് ഒന്ന് ഫോട്ടോ എടുത്ത് തരുന്നതെന്നൊക്കെ കുറേ നേരമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ആദ്യം വീഡിയോ എടുക്കട്ടെ, അതിൻ്റെ ശേഷം നമുക്ക് ഫോട്ടോ എടുത്ത് തരാമെന്നൊക്കെ പറയാം. അപ്പം ചേട്ടൻ പറഞ്ഞു മതി പോരെ, ഭയങ്കര വെയിലാണ് എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പോവാട്ടോ. അപ്പോൾ ഈ പുല്ലിന്നൊക്കെ ഓരോരോ പ്രാണികൾ ചുരിദാറിൻ്റെ മുകളിലേക്കൊക്കെ കയറുന്നുണ്ട് കേട്ടോ. അപ്പോൾ നന്ദു കുറേ നേരമായി പറയുന്നത് അമ്മ അമ്മൻ്റെ ചുരിദാറിലൊരു പ്രാണി ഉണ്ട് എന്ന് പറയുന്നുണ്ട് കേട്ടോ. പക്ഷെ ഞാനത് എന്താണ് സംഭവം എന്നൊന്നും നോക്കിയിട്ടില്ല. ഇനി ശ്രദ്ധ അങ്ങോട്ട് പോയില്ല കേട്ടോ. അപ്പോൾ സത്യത്തിലൊരു പ്രാണി ഉണ്ട്. അപ്പോൾ
വെയിൽ കൊണ്ടിട്ട് നടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞല്ലോ, അതാണ് സംഭവം കേട്ടോ. നിൽക്കാൻ തന്നെ വയ്യ അവിടെയൊന്നും, നല്ല പറമ്പ് സ്ഥലമായതുകൊണ്ട്. അപ്പോൾ വേഗം പോണ തിരക്കിലാട്ടോ. എന്തായാലും 3 മണി 3:30 കഴിഞ്ഞിന് കേട്ടോ. അപ്പോഴാണ് ഞാൻ ആ പ്രാണിൻ്റെ കാലിന് ഇത്തിരി കടിച്ചത്. അപ്പോൾ ഞാൻ നന്ദുനോട് എടുത്ത് ഒഴിവാക്കി കൊണ്ടാന്ന് പറഞ്ഞപ്പോൾ നന്ദു വേഗം എടുത്ത് ഒഴിവാക്കി തരികയാണ്. അപ്പോൾ ഞങ്ങൾ എന്തായാലും ക്ഷേത്രം ഉണ്ടാക്കി, വാഴയുണ്ടൊക്കെ ഉണ്ടാക്കുമല്ലോ നമ്മൾ അയ്യപ്പൻ വിളക്കിനൊക്കെ അങ്ങനെയാണല്ലോ ഉണ്ടാക്കുക. അപ്പോൾ ഇന്ന് കർപ്പൂരാഴിക്കും അങ്ങനെ തന്നെ ഒരു കുഞ്ഞു ക്ഷേത്രമൊക്കെ ഉണ്ടാക്കിയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ മുന്നിൽ ഒരാൾ അവിടെ ഇരിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്നാണ് പരിപാടികളൊക്കെ ഉള്ളത് കേട്ടോ. സംഭവം നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. ഇവിടെ പിന്നെ ഭജനമടമൊക്കെ ഉണ്ട്, പിന്നെ ഒരു ജിലേബിക്കാരുണ്ട്. അപ്പോൾ വൈകുന്നേരം നല്ല തിരക്ക് തന്നെ ആയിരിക്കും കേട്ടോ. പകൽ ഇത്ര തിരക്കുണ്ടെങ്കിൽ വൈകുന്നേരത്തിന് നല്ല തിരക്കുണ്ടാവും ഉറപ്പായിട്ടും. അപ്പോൾ ഒരു ജിലേബിക്കാരുള്ളതുകൊണ്ട് തന്നെ ഇവർക്ക് നല്ല ലാഭം കിട്ടുന്നത് തന്നെയാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് കേട്ടോ. അപ്പോൾ അന്ന് ഈ ഒരു കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പോകാനായിട്ട് നിൽക്കുക കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ നിന്ന് പറയണൊക്കെ ഉണ്ടെങ്കിലും ശരി, പെട്ടെന്നാണ് ഓർത്തത് പാട്ടുണ്ട് കേട്ടോ. അവിടെ പാട്ട് ഇതിൽ ഉൾക്കൊള്ളിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ വോയിസൊക്കെ കൊടുത്തത് കേട്ടോ. അപ്പോൾ അഞ്ചേട്ടൻ വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് പോയതേനി കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോക്ക് ഇത്രയൊക്കെ തന്നെയുള്ളൂ കേട്ടോ. നമ്മളെ വീഡിയോ കണ്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ബായ്.